റഫീഖ്, ഞാൻ നിങ്ങളെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ്. നിങ്ങൾ ഈ തണൽമരം ഫൗണ്ടേഷന്റെ കീഴിൽ നടത്തിയ ഒരു ഭിന്നശേഷി വധൂവരന്മാരെ കണ്ടെത്താനുള്ള ഒരു സൗഹൃദ സംഗമത്തിലാണ് നിങ്ങൾ നല്ലൊരു വിവാഹ ജീവിതത്തിലേക്ക് എത്തിയത് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. എത്രമാത്രം സന്തോഷകരമാണ് ഇപ്പോൾ നിങ്ങൾ ഈ ഒരു ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ? എനിക്ക് വളരെ സന്തോഷമാണ്. എനിക്ക് വളരെ വളരെ സന്തോഷം. എന്നുവെച്ചാൽ ഞാൻ ഒരുപാട് സംഗമത്തിന് പോയിട്ടില്ല. 2 സംഗമത്തിന് മാത്രമേ ഞാൻ പോയിട്ടുള്ളൂ. അത് 2ാമത്തേലാണ് ഒരു നമ്മൾ സ്നേഹിതന്മാർ ഈ സംഗമത്തിന് വന്നിട്ടാണ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിരാശപ്പെട്ട് പോയിരുന്നാണ് ഞാൻ. അപ്പോൾ ഒരു ടീം എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനൊരു പാർട്ടി ഉണ്ട്, പോയി കണ്ടു നോക്ക്, ഇഷ്ടമായെങ്കിൽ ഇൻഷാ അല്ലാഹ് നടക്കും. അപ്പോഴാണ് മുസ്തഫക്കാനായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്ത്. അപ്പോൾ മുസ്തഫക്ക് അത് ശരിയാക്കി തന്നു. അപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തിയതാണ് എൻ്റെ മണവാട്ടിയായ ബീവിനെ. പിന്നെ നമുക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് നേട്ടങ്ങളുമുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ തരണം ചെയ്യണം എന്നുള്ള മാർഗത്തിലാണ് ഞാൻ ഇതിന് ഇറങ്ങി തിരിച്ചത്. പിന്നെ ഞാനൊരു ഭിന്നശേഷിയാണ്, കണ്ണിന് കാഴ്ചയില്ല, കാലുകൊണ്ടും കൈക്കും സ്വാധീന കുറവാണ്. ഇതൊക്കെ അവൾ തരണം ചെയ്ത് മരണം വരെ എന്നെ നോക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അവൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. അൽഹംദുലില്ലാഹ് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി നാളെ കുഴപ്പമൊന്നുമില്ലാണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്ത് 2 ജ്യേഷ്ഠന്മാർ, 4 പെങ്ങന്മാർ, ഉപ്പ ഉമ്മ എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഉപ്പ ആദ്യം തന്നെ മരണപ്പെട്ട്, ഉമ്മ ഇപ്പോൾ 2 മാസമായിട്ടുള്ളൂ മരിച്ചു പോയി. അപ്പോൾ അതൊരു ദുഃഖത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എന്തായാലും ഇതേപോലെ എല്ലാവർക്കും ആവട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഏപ്രിൽ 28 ഒരു വലിയ ഇത്തരം ഒരു സംഗമം നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? അതിലേക്ക് ആളുകൾ വരണതിൻ്റെ ഒരു പ്രാധാന്യത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? നല്ല അഭിപ്രായമാണ്. എന്താ വെച്ചാൽ ഒരുപാട് ഭിന്നശേഷിയായ കുട്ടികൾക്ക് ഒരു ജീവിതം കൊടുക്കില്ലേ, അതിന് പടച്ചോൻ ഭാഗത്തുനിന്ന് നല്ല കൂലി ഉണ്ടാവും. അത് അതിനായിട്ട് നിന്ന ആൾക്കാർക്കാണ് പ്രതിഫലം പടച്ചോൻ കൊടുക്കുന്നത്. അതിന് ഒരുപാട് ആൾക്കാർക്ക് അതിന് ചെറിയൊരു കൈ വെച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അവർക്കൊരു ഗുണമാണ്. ഞങ്ങൾക്ക് പോയിട്ട് എടുക്കാൻ പറ്റില്ല, നിങ്ങളാണ് സഹായിച്ചിരുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ നിങ്ങൾക്കാണ് പടച്ചോൻ്റെ കൂലി. വളരെ ഹാപ്പിയാണ്. സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞിട്ട് എത്രയായി? 1 വർഷം, 1.5 വർഷം. ഞങ്ങൾ സമൂഹ വിവാഹത്തിന് പങ്കെടുത്ത് അതിൽ സിനിമാ നടൻ മമ്മൂട്ടിയൊക്കെ ഉണ്ടായിരുന്നു. ആരും പറഞ്ഞ് വിശ്വസിക്കില്ല. അവരൊക്കെ ഉണ്ടായിരുന്നു. അവർ ഭിന്നശേഷിക്കാർ 40 പേരുണ്ടായിരുന്നു. 20 പേര് പെൺകുട്ടികൾ, 20 പേര് ആൺകുട്ടികളുണ്ടായിരുന്നു. അതിൽ ഞാൻ മാത്രം ബ്ലൈൻഡുള്ളൂ, വേറെ ആരുമില്ല. ഒക്കെ ഭിന്നശേഷിയാണ്, ഞാൻ മാത്രം ബ്ലൈൻഡുള്ളൂ. അപ്പം അതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് അവിടെ നിന്നുണ്ടായി. ഏതായാലും ഈ ഒരു ഇത്തരം കൂട്ടായ്മകൾ സംഘടിപ്പിച്ച് ഭിന്നശേഷിക്കാർക്ക് ഒരു തണലാകുന്ന തണൽമരത്തിനെ നമുക്ക് അഭിനന്ദിക്കാം. ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. എന്തായാലും പടച്ചോനെ അനുഗ്രഹിക്കട്ടെ. വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.